ഹായ് ഓൾ. ഇന്ന് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഇതിലെ ഫസ്റ്റ് 5ൻ്റെ ആൻസേഴ്സ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 5th മുതൽ 10th വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ബാക്കിത്തെ ആൻസേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്, പിന്നെ 2 നമ്പേഴ്സും തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഫോർമുല അറിയാലോ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എ എന്ന് പറയുന്നത് 2520യും ബി എന്ന് പറയുന്നത് 6600ഉമാണ്. HCF എന്ന് പറയുന്നത് 40, LCM എന്ന് പറയുന്നത് 252 ഇൻറ്റു കെ. ഇത് ഇന്ന് കെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. 40 ഇൻറ്റു 252 ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു 2520 ഇൻറ്റു 6600. ഇനി ഈ കെയിനെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കെയിനെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ബാക്കിത്തെ നമ്പറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ബാക്കിത്തെ നമ്പർ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 252. ഇതിൽ 252 252 നമുക്ക് ക്യാൻസൽ ചെയ്യാതെ രണ്ടും സെയിം നമ്പർ തന്നെയാണ്. ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്കുള്ളത് 6600 ബൈ 4 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 1650 ഉണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 1650. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി. ഇത് നേരിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് BCനോട് പാരലലാണെന്ന് തന്നിട്ടുണ്ട്. AD 5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. DB 2.5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് D ആണ്. BC 12 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ DE പാരലൽ ടു BC ആയതുകൊണ്ട് നമുക്ക് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ കൊടുക്കാം. അപ്പോൾ 2 ട്രയാങ്കിൾ സിമിലർ ആയിട്ട്. അപ്പോൾ നമുക്കിടെ ഇക്വേഷൻ എങ്ങനെ വരും? DE ബൈ BC എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആയിരിക്കും? AD ബൈ ABനോട് ഈക്വൽ ആയിരിക്കും. അതിന് മുമ്പ് നമ്മൾ AB എത്രയാണെന്ന് കണ്ടുപിടിക്കണം. AB എന്ന് പറയുന്നത് ADയും DBയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. AD എത്രയാണ്? 5. DB എത്രയാണ്? 2.5. അപ്പോൾ 5.0 പ്ലസ് 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് 7.5 ആണെന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. DE അതുപോലെ തന്നെ എഴുതുക. BC 12 ആണ് തന്നിട്ടുണ്ട്. AD 5 ആണ് തന്നിട്ടുണ്ട്. AB നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 7.5 ആണ്. ഇനി ഇതെന്ത് ചെയ്ത് വെച്ചാൽ മതി? ക്രോസ് ചെയ്ത് വെച്ചാൽ മതി. DE ആലോ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ DE ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 7.5. ഇതിൽ 12 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. 60 ഡിവൈഡഡ് ബൈ 7.5. ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉള്ളതുകൊണ്ട് പോയിന്റ് മാറ്റാൻ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 600 ഡിവൈഡഡ് ബൈ 75. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്കിടെ ഓപ്ഷൻ സി ആണ്. ഇനി 7th ക്വസ്റ്റ്യനിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയ്ക്കുമാണ്. അങ്ങനെയാണെങ്കിൽ സീക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കണ്ടുപിടിക്കണം. ഈ സൈൻ തീറ്റയും കോസ് തീറ്റ ഈക്വൽ ആവുന്ന വാല്യൂ ഏതാണ്? π/4 അല്ലെങ്കിൽ 45 ഡിഗ്രിയിലാണ് സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആവുന്നത്. അപ്പോൾ നമ്മൾ ഇനി നേരിട്ട് അങ്ങ് കൊടുത്തേച്ചാൽ മതി. ഇപ്പം നമുക്ക് തീറ്റ കിട്ടിയല്ലോ. തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. π/4 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സീക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു സീക് തീറ്റയുടെ ഒറിജിനൽ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/cos തീറ്റ എന്ന് എഴുതാം. 1/cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ആരാണ്? ടാൻ തീറ്റയാണ്. ഇനി തീറ്റ എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? π/4 അല്ലെങ്കിൽ 45 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി? ടാൻ 45 കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ടാൻ π/4 കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ടാൻ π/4 എന്ന് പറയുന്നത് 1 ആണ് ആൻസർ വന്നത്. അപ്പോൾ സീക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നതിൻ്റെ ആൻസർ 1 കിട്ടും. ഓപ്ഷൻ സി കിട്ടും. ഇനി 8th ക്വസ്റ്റ്യനിൽ 2 dice are rolled together. The probability of getting the sum of 2 numbers to be more than 10. 2 ഡൈസ് ഒരുമിച്ച് റോൾ ചെയ്യാന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ആയിരിക്കും. 6 സ്ക്വയർ 2 വട്ടം എരിയുമ്പോൾ
അതിൻ്റെ ടോട്ടൽ ഔട്ട്കം വന്നത് 6 സ്ക്വയർ 36 എന്ന് പറഞ്ഞു കിട്ടും. ഇനി അപ്പോൾ ഇത് ടോട്ടൽ ഔട്ട്കം കിട്ടി. ഇനി നമുക്ക് പ്രോബബിലിറ്റി കിട്ടേണ്ടത് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് മോർ ദാൻ 10 ആഡ് ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മോർ ദാൻ 10 കിട്ടണം. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു ചാൻസ് 5 6, പിന്നത്തെ ചാൻസ് 6 5, പിന്നത്തെ ചാൻസ് 6 6. ഇത്രയാണ് നമുക്ക് ഓപ്ഷനിലുള്ളത്. അപ്പോൾ ടോട്ടൽ 3 ചാൻസസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കം, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഫേവറബിൾ നമ്പർ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യുക 1 2 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 36. അപ്പോൾ 3/36 സിംപ്ലിഫൈ ചെയ്യുക, 2നെയും 3യും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കാരണം രണ്ടും 3യുടെ ടേബിളിലുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെന്ന് കിട്ടും? 1/12 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 1/12. ഇപ്പോൾ കോയിൻ ഒരു 4 ടൈംസ് ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ടോട്ടൽ പ്രോബബിലിറ്റി 2/4 ആയിരിക്കും വരുന്നത്. 2n ആണ്. എത്ര ടൈംസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത് അതനുസരിച്ച് n മാറിക്കൊണ്ടിരിക്കും. ഇനിയുള്ളത് 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യനിൽ ആൽഫയും ബീറ്റയും പോളിനോമിയൽ 5x² + 3x - 7 = 0 അല്ലെങ്കിൽ 7 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എ എഴുതുക. എ 5 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്, സി എന്ന് പറയുന്നത് -7 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 1/α + 1/β ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × β β പ്ലസ് 1 × α ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററും ഇനി ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഫ × ബീറ്റ. അപ്പോൾ ആൽഫ + ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ. ആൽഫ + ബീറ്റ എന്ന് പറയുമ്പോൾ സം ഓഫ് സീറോസ് ആണ്. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ, -b/a. ഇവിടെ b എന്ന് പറയുന്നത് 3 ആണ്, a എന്ന് പറയുന്നത് 5 ആണ്. അപ്പം -3/5. ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് സീറോസിൻ്റെ ഫോർമുല എന്നാണ്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് c/a. c എന്ന് പറയുന്നത് -7, a എന്ന് പറയുന്നത് 5. ഇനി ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൽഫ + ബീറ്റ ബൈ ആൽഫ ബീറ്റയിൽ കൊടുക്കണം. അപ്പോൾ ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് -3/5 ഡിവൈഡഡ് ബൈ -7/5. ഇതിൽ രണ്ടിലും ഡിനോമിനേറ്റർ 5 ആണ്, അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ രണ്ടിലും നെഗറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഫൈനൽ ആൻസർ വരുമ്പോൾ 3/7. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 1 മുതൽ 5 വരെയുള്ളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബാക്കിയത്തെ 9th വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. 5 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തേക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാകും ഇത്. അപ്പം പറ്റുന്നവർ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.